ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ റമളാനിലും ഒരേ ഒരു സങ്കടം കേട്ടോ, എവിടെയും നോമ്പ് തുറക്കാൻ പോകാനുണ്ടാവില്ല. എന്നിട്ട് വിചാരിക്കുക എന്താ നമുക്ക് മാത്രമേ എവിടെയും നോമ്പ് തുറക്കാൻ പോകാനില്ലാത്തതെന്ന്. പിന്നെതാ ഈ ഒരു 3 വർഷമായിട്ട് ഇത്താത്തി അലങ്കിയാക്കി വീടെടുത്തതിന് ശേഷം അത് ഉറപ്പായി ഒരു നോമ്പ് തുറ എന്തായാലും അവിടെ ഉണ്ടാവും. വലിയ ഗ്രാൻഡ് ഒന്നല്ലെങ്കിലും നമുക്കും അവർക്കുമായിട്ടുള്ള ചെറിയൊരു കുഞ്ഞു നോമ്പ് തുറ. അങ്ങനെ എന്താ നോമ്പും പിടിച്ച് ഞങ്ങൾ നേരെ എന്നും പറയാറും കയറാറുള്ള എലത്തൊരു ബസ്സും കയറി. എൻ്റെ പൊന്നെ, പോകുന്ന വഴിക്കൊക്കെ മാങ്ങകൾ മാത്രം കേട്ടോ. ഒരു മാങ്ങ കാണുമ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര സങ്കടമാണ് കേട്ടോ. കാരണം നമുക്ക് ആർക്കും അറിയണോടത്തൊന്നും മാങ്ങകളില്ല. പക്ഷേ അൽഹംദുലില്ലാ ഇപ്പോൾ വന്ന് താമസിക്കുന്ന വീട്ടിലുണ്ട് കേട്ടോ. എന്നാലും അത് അപ്പുറത്തുള്ളതാ. അതിൻ്റെ ഇടയിലാണ് പാട്ട് കേട്ടപ്പോഴത്തേന് അവിടെ ഒരു തുള്ളൽ വന്നത്. പിന്നെ നേരത്തെ പോകാം കേട്ടോ, വെയിലൊക്കെ മൂക്കണം മുന്നേ ഞങ്ങൾ വേഗം പോകാണ്. അങ്ങനെ വീടെത്തി, വീട്ടിലേക്ക് കയറാൻ അവരൊക്കെ എന്തൊക്കെയോ പണിയിൽ, ആരെയും മുന്നിലൊന്നും കാണുന്നില്ല. പിന്നെ ഈ മാങ്ങൻ്റെ സങ്കടം പറഞ്ഞില്ലേ, അത് എത്താത്തതാ. 2-3 തൈയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാ വേഗം സെറ്റാവട്ടെ, നമുക്ക് മാങ്ങ സ്വന്തമായിട്ട് മാങ്ങ ഉണ്ടാവല്ലോ. അങ്ങനെ ഇത്താത്ത ഇവിടെ ഉമ്മയും പണി തുടങ്ങി. ഉമ്മ നേരത്തെ കാലത്ത് ലാൻഡ് ചെയ്തിട്ടുണ്ടോ തലേന്ന് തന്നെ. അങ്ങനെ ഇതൊരു ഐഡിയ ഉണ്ടോ, എന്താണ് നമ്മൾ ആവി പോകാതെ എത്താത്ത മാത്രം കണ്ടുപിടിച്ചൊരു ഐഡിയ. പിന്നെ വിഭവങ്ങൾ ഇതാ മന്തിയാണ്. ബിരിയാണി എല്ലാവർക്കും ഒരു താല്പര്യമില്ലായ്മ. പിന്നെ നന്നായിട്ട് മന്തി ഉണ്ടാക്കും. ഈ മന്തി റെസിപ്പിയൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടതാണ് കേട്ടോ. നന്നായിട്ട് മന്തി ഉണ്ടാക്കും. ഇത്താത്തൊരു മന്തി സ്പെഷ്യലിസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മളേതായ പണികൾ നേരത്തെ കാലത്ത് തുടങ്ങി. കാരണം പെട്ടെന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ ആ ഒരു തിരക്ക് വേണ്ടല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ കട്ട്ലേറ്റ്, ഉന്നക്കായ, പിന്നെ താത്തൊരു ഒരു സ്പെഷ്യൽ റോള് നമ്മൾ സമൂസ ഷീറ്റ് വെച്ചിട്ട്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഞാൻ പരത്തലും. സമൂസ ഉണ്ട് കേട്ടോ, അത് വിട്ടുപോയി. സംഭവങ്ങളൊക്കെ സെറ്റാക്കി, എല്ലാം സെറ്റാക്കി. കാരണം നമ്മൾ 4 മണി 3:30 ഒക്കെ ആകുമ്പോഴത്തേന് ഇതെല്ലാം സെറ്റാക്കി ഇനി പൊരിക്കാനുള്ളതോ. അപ്പോഴാണ് ഒരാൾ വരുന്നത് 4:30. കടുക്ക നിറച്ച് പൊരിച്ചത് വേണം. ഞാൻ കടുക്ക വാങ്ങി വരാം, നല്ല ഫ്രഷ് കടുക്ക ഉണ്ട് കാപ്പാടത്തേന്. ഓ, ഞങ്ങളാരും വേണ്ടാന്ന് പറഞ്ഞിട്ടും അളിങ്കാക്കൊക്കെ നിർബന്ധം. പിന്നെ ആ നിർബന്ധം ഒന്നും കൂടി പ്രോത്സാഹിപ്പിക്കാൻ നമ്മളമ്മയുണ്ടെങ്കിലും അളിങ്കാക്കരോട് പറഞ്ഞു, നിങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുക, അമ്മക്ക് ഉണ്ടാക്കാത്തത്. അങ്ങനെ ഉന്നക്കായായി, സമൂസയായി, ചിക്കൻ റോളായി. അതിൻ്റെ ഇടയിൽ കുറച്ച് പൂരിയും കൂടി ബാക്കി വന്നതുകൊണ്ട് പൊരിച്ചിട്ടോ മോനിക്ക് കൊടുക്കാൻ. അപ്പോഴേക്കും അളിങ്കാക്ക കടുക്ക കൊണ്ടുവന്ന് കടുക്ക വൃത്തിയാക്കലായി. പിന്നെ ഞാൻ ഒന്ന് മുന്നിൽ പോയി നോക്കിയതാ, ഇവർ നല്ല അടിപൊളി കളിയിലാണ് കേട്ടോ. ഊഞ്ഞാലാട്ടമൊക്കെ ആയിട്ട് എല്ലാവർക്കും നോമ്പുണ്ട് കേട്ടോ, മക്കളെല്ലാവരും പിടിച്ചിരിക്കണ്. പിന്നെന്താ ഇത്രയും ഐറ്റംസ് ഉണ്ടായത് കൊണ്ട് നമ്മളിപ്പോൾ പൈനാപ്പിൾ ജ്യൂസിൽ ഒതുക്കി കേട്ടോ. ജ്യൂസ് അത് മതി, പിന്നെ ഫ്രൂട്ട്സുകളും ഉണ്ടാവുമല്ലോ. അതിൻ്റെ ഇടയിൽ സിയാദ് കാക്ക വന്നു. സിയാദ് കാക്കനെ എല്ലാവരും കൂടി ആനയിക്കാൻ കേട്ടോ, മക്കളെല്ലാവരും കൂടി. അങ്ങനെ സിയാദ് കാക്കയും വന്നപ്പോഴേക്കൊക്കെ ഒരുവിധം എല്ലാം സെറ്റായി. പിന്നെ ആ കടുക്ക നിറച്ച് പൊരിച്ചതിൻ്റെതാണ് കുറച്ച് പണിയുള്ളത്. അങ്ങനെ കടുക്ക നിറച്ചതുമായ ആൾക്കാരെല്ലാവരും വന്ന്. പിന്നെ അളിങ്കാക്കൻ്റെ എപ്പം വരാണ്ടേനും ഇപ്പക്ക് അന്ന് കഴിയാത്തത് കൊണ്ട് ബാഗ് കൊടുത്തതിൻ്റെ ശേഷം വന്നത്. അങ്ങനെ വിഭവങ്ങളെല്ലാം സെറ്റായി, എല്ലാം നമ്മൾ ഒരുക്കി. അതിൽ തണുപ്പ് വേണ്ടാത്തവരും ചുടുവെള്ളം വേണ്ടിയവരും അങ്ങനെ ഓരോരുത്തരും പല വെറൈറ്റികൾ ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം അൽഹംദുലില്ലാ. പിന്നെ നോമ്പ് തുറക്കണമെന്ന് എടുക്കാനുള്ളൊരു ശേഷി ഇല്ലാണ്ടായി തന്നെ പറയാം. പിന്നെ എല്ലാവരും കൂടി നോമ്പ് തുറന്ന് പിന്നെ താത്ത അപ്പോഴേക്കും മന്തി സെറ്റാക്കാൻ തുടങ്ങി കേട്ടോ. മന്തിയൊക്കെ അടിപൊളിയായി സെറ്റായി. നമ്മളിതാ നല്ല റാഹത്തായിട്ട് തന്നെ നോമ്പും തുറന്ന് അൽഹംദുലില്ലാ. ഈ നോമ്പ് തുറ, ഈ 3-ാമത്തെ വർഷത്തെ നോമ്പ് തുറ ഇവിടെ അങ്ങോട്ട് അവസാനിച്ചിട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത കൊല്ലം ആരൊക്കെ എവരൊക്കെ എന്നൊക്കെ പഠിച്ചോ എനിക്കറിയാം. എന്തായാലും ഇതിന് 3 നല്ല റാഹത്തിൽ തന്നെ കഴിഞ്ഞ്. പിന്നെ അതിൻ്റെ ശേഷം ഈ തൊണ്ടവേദന ഉള്ളവർക്കൊക്കെ താത്തിൻ്റെ സ്പെഷ്യൽ ചായ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.